പെരുമ്പാവൂരിൽ ടൂറിസ്റ്റ് ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന 34 കോളേജ് വിദ്യാർത്ഥികൾക്കും ലോറി ഡ്രൈവർക്കും പരിക്കേറ്റു. ബസ് ഡ്രൈവർ ശ്രദ്ധിക്കാത്തതാണ് അപകട കാരണമെന്നാണ് RTO പറഞ്ഞത്. എന്നാൽ ജംഗ്ഷനിലെ സിഗ്നൽ പ്രവർത്തിക്കാത്തതും ഹൈമാസ് ലൈറ്റ് ഇല്ലാത്തതും കാരണം രാത്രിയിൽ അപകടം പതിവാണ് എന്നാണ് അവിടുത്തെ നാട്ടുകാരെല്ലാം പരാതിയായി പറയുന്നത്. മരണം സംഭവിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മ പോലെ നമുക്ക് പറയാൻ പറ്റും. ഈ ചോദ്യം ജനങ്ങളെ കൊണ്ട് അധികാരികൾ ചോദിപ്പിക്കുന്നതാണ്. ദുരന്തമുണ്ടായാൽ മാത്രം കണ്ണു തുറക്കുന്ന വ്യവസ്ഥിതിയോട്. ആർത്തുല്ലസിച്ച് നടത്തിയ മൂന്നാർ യാത്ര കഴിഞ്ഞ് തിരികെ പോരുമ്പോൾ ക്ഷീണിച്ചുറങ്ങുകയായിരുന്ന കരിപ്പൂർ EMEA കോളേജ് വിദ്യാർത്ഥികളെയാണ് ദുരന്തം തൊട്ടു തലോടി പോയത്. MC റോഡും മൂന്നാർ റോഡും സംഗമിക്കുന്ന സിഗ്നലിൽ കർണാടക രജിസ്ട്രേഷൻ ലോറിയുമായി ബസ് കൂട്ടിയിടിക്കുന്നു. ഭാഗ്യമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ. രാത്രി 10 മണി കഴിയുമ്പോൾ സിഗ്നൽ ലൈറ്റ് മിന്നു കത്തും എന്നല്ലാതെ വേറെ ഒരു സംവിധാനങ്ങളും ഇല്ല. ഇവിടെ ഈ ലൈറ്റ് ഈ ഹൈമാസ് ലൈറ്റ് ഇവിടെ വെറുതെ നോക്കൂത്തിയായിട്ട് ഇവിടെ വച്ചിരിക്കുന്നതെന്നല്ലാതെ കൂരിട്ടാണ്. ഇവിടുത്തെ ഈ ഹൈമാസ് ലൈറ്റ് ഇപ്പോഴും വഴി തുറന്നിട്ടില്ല. അതുതന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാന ആരോപണം, അല്ലെങ്കിൽ അവരുടെ ആവശ്യമായി അവർ ഉന്നയിക്കുന്നതാണ്. മാസങ്ങളായി ദിവസങ്ങളായി അധികൃതരോട് പലതവണ പലകുറി പരാതി ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഈ സാധനം മുനിസിപ്പാലിറ്റി വെറുതെ നോക്കൂത്തി പോലെ വച്ചേക്കുന്ന സാധനം അത് കത്തുന്നില്ല. ഈ ആംബുലൻസ് മറിഞ്ഞ സമയത്ത് മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾ ഇവിടെ വന്ന് ഇത് നാളെ തന്നെ കത്തിച്ചേക്കാം മറ്റേത് അതെന്നൊക്കെ പറഞ്ഞ് വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് പോയതാണ്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ പെരുമ്പാവൂരിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. ലോറി ഡ്രൈവർക്കും പരിക്കുണ്ട്. ഇവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ നിസ്സാര പരിക്കുകളോടെയാണ് ഇവിടെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 15ഓളം വിദ്യാർത്ഥികൾ ഈ ഹോസ്പിറ്റലിലും അതോടൊപ്പം സ്വകാര്യ ഹോസ്പിറ്റലിലായി ഏതാണ്ട് 18ഓളം വിദ്യാർത്ഥികളും മറ്റുമാണുള്ളത്. പ്രഥമ ദൃഷ്ട്യാ ബസ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് അശ്രദ്ധയുണ്ടായി എന്നാണ് RTO കണ്ടെത്തൽ. ഡേറ്റകൾ പരിശോധിച്ചും ഇതിന്റെ CCTV ദൃശ്യങ്ങളും ബാക്കിയുള്ള അനുബന്ധ സാമഗ്രികളും പരിശോധിച്ചതിന് ശേഷം നമ്മൾ ബാക്കി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകും. റോഡുകളിൽ വെളിച്ചമില്ലാത്തത് മൂലമാണ് വലിയൊരു അപകടമുണ്ടായത്. അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കുക, ആ വെളിച്ചം അവിടെ എത്തുക, ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ വേണുവിനൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.